മാതൃഭൂമി ന്യൂസ് ബിഗ് എക്സ്ക്ലൂസീവ്. സ്വർണ്ണപ്പാളികളുടെ പൂജയുമായി ബന്ധപ്പെട്ട നടൻ ജയറാമിന്റെ വിശദീകരണത്തിൽ അടിമുടി ആശയക്കുഴപ്പം. ജയറാം സ്മാർട്ട് ക്രിയേഷൻസിലെത്തി നടത്തിയ പൂജ കട്ടിളപ്പാളിയുടേത്. എന്നാൽ ജയറാമിന്റെ വീട്ടിൽ നടന്ന പൂജ ദ്വാരപാലക പാളികളുടേത്. രണ്ട് പൂജകളും നടക്കുന്നത് വിവിധ മാസങ്ങളിൽ. ജയറാം നേരത്തെ മാധ്യമങ്ങളോട് വിശദീകരിച്ചത് എല്ലാം നടന്നത് ഒറ്റ ദിവസമാണ് എന്നാണ്. ശബരിമല സന്നിധാനത്തെ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിലും ജയറാമിന്റെ വീട്ടിലും പൂജ നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പൊരുത്തക്കേടുകൾ പുറത്തുവരുന്നത്. ജയറാം അന്ന് അവകാശപ്പെട്ടിരുന്നത് സ്മാർട്ട് ക്രിയേഷൻസിലും തന്റെ വീട്ടിലും പാളികൾ പൂജിച്ചത് ഒരേ ദിവസമെന്നാണ്. ജയറാം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞതൊന്ന് കേൾക്കുക. അതെ അദ്ദേഹം തന്നെയാണ് വിളിച്ചത്. അദ്ദേഹം വിളിച്ചു, ചെന്നൈയിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ശബരിമലയിലേക്ക് പോകുന്നതിന് മുമ്പ് വന്ന് ഒരു പൂജയും മറ്റൊക്കെ ചെയ്താൽ നന്നായിരിക്കും. ഞാൻ വീരമണിയെ വിളിച്ചിട്ടുണ്ട്, അദ്ദേഹം വന്ന് പാട്ട് പാടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അന്നത്തെ ദിവസം ഞാൻ ഷൂട്ടിംഗ് ആവട്ടെ നിർത്തിയിട്ടാണ് ഓടിയത്. എന്തായാലും ശബരിമലയ്ക്ക് പോകുന്ന വഴിക്കാണ് നമ്മുടെ പൂജാമുറിയിലും കയറിപ്പോയത്. ജയറാമിന്റെ അന്നത്തെ വിശദീകരണം അനുസരിച്ച് ശബരിമല സന്നിധാനത്തെ കട്ടളപ്പാളിയും ദ്വാരപാലക പാളികളും സ്മാർട്ട് ക്രിയേഷൻസിൽ പണി പൂർത്തിയായ ശേഷം അവിടെ വെച്ച് പൂജിക്കുന്നു. ആ പൂജയിൽ പങ്കെടുക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷണിക്കുന്നു. താൻ അവിടെ പോയി ആ പൂജയിൽ പങ്കെടുക്കുന്നു. അതിനുശേഷം ശബരിമലയിലേക്ക് അന്ന് തന്നെ കൊണ്ടുപോകുകയാണെന്ന് അറിഞ്ഞപ്പോൾ താൻ അത് തൻ്റെ വീട്ടിൽ കൂടി പൂജിക്കണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഇങ്ങനെയാണ് ജയറാം പറഞ്ഞതിൻ്റെ സാരാംശം. പക്ഷേ ജയറാം പറഞ്ഞത് തെറ്റാണ്. സ്മാർട്ട് ക്രിയേഷൻസിൽ ജയറാം പങ്കെടുത്തിരിക്കുന്നത് ശബരിമലയിലെ കട്ടളപ്പാളിയുടെ പൂജ ചടങ്ങിലാണ്. കട്ടളപ്പാളി പൂജിച്ചിരിക്കുന്നത് 15/6/2019 അതിന്റെ വാർത്ത പിറ്റേ ദിവസം ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ 16-ാം തീയതി വന്നിട്ടുമുണ്ട്. അപ്പോൾ ജൂൺ മാസത്തിലാണ് കട്ടളപ്പാളിയുടെ പൂജയുമായി ബന്ധപ്പെട്ട് സ്മാർട്ട് ക്രിയേഷൻസിൽ ജയറാം എത്തിയിരിക്കുന്നത്. ആ രണ്ട് സ്വർണ്ണവാതിലുകളും സ്ഥാപിക്കുന്ന അയ്യപ്പന്റെ ആ നടവാതിൽ അല്ലെങ്കിൽ അതിന് കട്ടള എന്ത് വേണമെങ്കിൽ പറയാം. അപ്പം അത് സ്വർണത്തിൽ പൊതിഞ്ഞ് ശബരിമലയിലേക്ക് യാത്രയാവുന്നതിന് മുമ്പ്, പുറപ്പെടുന്നതിന് മുമ്പ് എൻ്റെ ഈ കൈകൾ കൊണ്ട് ഇന്ന് പൂജ ചെയ്യാനുള്ള ഒരു മഹാഭാഗ്യം എനിക്കുണ്ടായി. ജയറാമിന്റെ വീട്ടിലെത്തിച്ച് പൂജ നടത്തിയിരിക്കുന്നത് ദ്വാരപാലക പാളികളാണ്. ജയറാമിന്റെ വീട്ടിൽ ദ്വാരപാലക പാളികൾ അലങ്കരിച്ചു വെച്ച് നടത്തിയ പൂജയുടെ ചിത്രമാണ് ഇത്. ഈ ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് 13/9/2019 അതായത് സെപ്റ്റംബർ മാസമാണ്. ശരിയാണ്, ശബരിമലയിലെ കട്ടളപ്പാളിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് ജൂൺ മാസത്തിലാണ്. ദ്വാരപാലക പാളികൾ ശബരിമലയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ ശേഷം തിരിച്ചു കൊണ്ടുവരുന്നതും സെപ്റ്റംബർ മാസത്തിലാണ്. അപ്പോൾ ജയറാം പറഞ്ഞതുപോലെ ഒരു ദിവസമല്ല ഈ പൂജകൾ നടന്നിരിക്കുന്നത്, 2 മാസങ്ങളായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ജയറാമിന്റെ വിശദീകരണത്തിൽ അന്ന് ഈ പിശക് സംഭവിച്ചത് എന്നുള്ളതാണ് പ്രധാന കാര്യം. ഏതായാലും ഈ പൊരുത്തക്കേടിന് പിന്നിൽ ഒരു കാരണമുണ്ടാകാനുള്ള സാധ്യത ഇങ്ങനെയാണ്. ഒരു പക്ഷേ അന്ന് ഈ കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു കൊടുത്തത് അതേപോലെ ജയറാം മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുകയായിരിക്കാം. ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഉൾപ്പെട്ടതുകൊണ്ടാകണം ഇത്തവണ മകരവിളക്കിന് ജയറാമിന്റെ സാന്നിധ്യം ശബരിമലയിൽ ഉണ്ടായിരുന്നില്ല. എല്ലാ കൊല്ലവും മകരവിളക്കിന് ജയറാം സ്ഥിരമായി ശബരിമലയിൽ എത്താറുണ്ടായിരുന്നു. ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.